ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റൂഡായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ്ങിനെ കുറിച്ചാണ്. കുറേ മെസ്സേജുകൾ, കുറേ കമൻറ്റ്സ് എല്ലാം ഞാൻ കണ്ടു. ഈ ഫാമിലി പ്രശ്നങ്ങൾ എന്തിനാണ് യൂട്യൂബിൽ ചർച്ച ചെയ്യുന്നത്? ഫാമിലി പറഞ്ഞാൽ പോരെ, എന്തിനാ നാണം കിടത്തില്ലേ? ആരാ നാണം കിടുന്നത്? ആരാണ് നാണം കിടുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് എക്സ്പോസ് ആവുന്നത്. ഇരകൾ ഒരിക്കലും നാണം കിടുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണ്. ആ ഒട്ടും ശരിയാവാണ്ടാവുമ്പോഴാണ് ശരി എന്നാൽ പിന്നെ മറ്റുള്ളവർക്കെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നൊരു സ്ഥലമാണല്ലോ യൂട്യൂബ് എന്ന് വിചാരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതെങ്കിലും കണ്ടിട്ട് ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊന്നും മാറി ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് നാണക്കേടൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം മനുഷ്യർക്കുള്ളതാണ്. നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് കുറേ നോക്കി നോക്കി, അതിനകത്ത് മൊത്തം ആൾക്കാർ പറയുന്നത് ഞാനും അനുഭവിച്ചതാണ്. ഇത്ര വർഷങ്ങളായിട്ട് എനിക്ക് ഹോണ്ട് ചെയ്ത ഒരൊറ്റൊരു കമൻറ്റാണ്, 42 വർഷമായിട്ട് ഞാൻ സഹിക്കുവാണ് മോളെ, 42 വർഷമായിട്ട് സഹിക്കുവാണ് ഈ ഒരു സെയിം സിറ്റുവേഷനിലേക്ക്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികൾ വലുതായി, മോനുണ്ട്, 25 വയസ്സായ മകനുണ്ട്. അപ്പോൾ അവർക്ക് പേരമക്കളായി. പക്ഷെ എന്താ ചെയ്യാൻ പറ്റും, ഞാനത് സഹിക്കുവാണെന്ന്. ഒന്നും തുറന്ന് പറയാൻ പറ്റാണ്ട് എത്രയോ ആൾക്കാർ കഴിയുന്നു. അതിൽ വെച്ച് നോക്കി ഞാൻ തുറന്നു പറഞ്ഞു, അതവിടെ തീർന്നു. നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്ന എനിക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഞാനാണ് അനുഭവിച്ചത്, അതുകൊണ്ടാണ് തുറന്നു പറഞ്ഞത്. അതിന് എനിക്കിപ്പോൾ നാണക്കേട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എനിക്കറിയാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാൻ എനിക്കറിയാം. എന്തുകൊണ്ടായിരിക്കും ഞാനത് ചെയ്യാത്തത്? നിങ്ങൾ ഇത്രയും കമൻ്റ് അടിച്ചിട്ട് അത് ഞാൻ കാണാണ്ടിരിക്കുന്നൊന്നുമില്ലല്ലോ, ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ അതവിടെ കിടന്നോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. അവർ അപ്പോഴും തിരുത്തുന്നില്ല എന്ന അർത്ഥം. ഇതിനകത്ത് എന്തെങ്കിലും ഒരു തിരുത്തുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ പ്രൈവറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. ഞാൻ പക്ഷെ ചെയ്യാത്തയാണ്. എനിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് കമൻസ് ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. കാരണം സെക്കൻഡ് നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് ഒറ്റയടിക്ക് എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഫോൺ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ കാണാം. മാത്രമല്ല, നിങ്ങൾ മുൻപ് ഏതൊക്കെ വീഡിയോസിന് ഇട്ടോ ആ എല്ലാ മെസ്സേജും എനിക്ക് കാണാൻ പറ്റും. ഒറ്റയടിക്ക് ഒരൊറ്റ ക്ലിക്ക് കൊടുത്താൽ എനിക്ക് കാണാൻ പറ്റും നിങ്ങൾ പ്രീവിയസ് എത്ര മെസ്സേജ് ഉണ്ടെന്നും. 10, 26, 36 ഒക്കെ മെസ്സേജ് ഇട്ടോ, എത്ര മെസ്സേജാണ്, എന്തൊക്കെയാണ് ഇട്ടത്, ഏതൊക്കെ വീഡിയോൻ്റെ ഇടയിലാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. എനിക്കത് സിമ്പിളായിട്ട് മൊത്തം നെഗറ്റീവാണെങ്കിൽ ഒറ്റ ക്ലിക്കിന് അത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. പക്ഷെ ഞാനത് ചെയ്യാറില്ല. ഓക്കെ, അത് അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തതാണത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അനുഭവങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങളത് പറയുന്നത്. നാണക്കേടാവില്ലേ? എനിക്കൊരു നാണക്കേടും തോന്നിയിട്ടില്ല ഇന്നേ വരെ. സ്റ്റിൽ ഈ ഡേറ്റ് വരെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് എക്സ്പോസ് ആയിക്കോട്ടെ. സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ എന്ന് മനസ്സിലായിക്കോട്ടെ. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്കായാലും മനസ്സിലാവുമല്ലോ, ഇവരെ മക്കളുടെ അടുത്ത് തന്നെ ഇങ്ങനെ പിന്നെ അങ്ങനെ സമൂഹത്തിൻ്റെ അടുത്ത് നന്നാവും എന്നുള്ളൊരു കാര്യം എക്സ്പോസ് ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് പുതിയതായിട്ടുള്ള പാരൻസിൻ്റെ അടുത്ത്, ഇതുപോലെ അമ്മായിയമ്മ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ ആവാൻ പോകുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള മെസ്സേജ് ഇതേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു മകളായിരിക്കും കല്യാണം കഴിച്ച്, ചിലപ്പോൾ ഒരു മരുമകനായിരിക്കും വരുന്നത്. അവരെ നമ്മൾ നല്ല ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയുള്ള ഒരു മകൻ കല്യാണം കഴിച്ചൊരു ഭാര്യ വീട്ടിലോട്ട് വരുമ്പോൾ അത്ര തന്നെയുള്ളൂ. നമ്മൾ മകള് കല്യാണം കഴിച്ച് ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ വിചാരിക്കും, എൻ്റെ മോളെ ഇവൻ നന്നായിട്ട് നോക്കണ്ടേ, അതുകൊണ്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന്. പക്ഷേ അതേസമയം നമ്മുടെ മകനൊരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചുകൊണ്ടെന്ന് ഇവളെ എങ്ങനെയൊക്കെ മതി, അതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അത് വേണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ ഒരു മെസ്സേജാണ് ഞാൻ എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ദൈവം നിങ്ങൾ മക്കളായിട്ടൊന്നും കാണണ്ട, മരുമകളായിട്ട് കണ്ടാൽ മതി. മരുമകളായിട്ട് മാത്രം അത് തന്നെ ഓർത്ത് തന്നെ ഇരിക്കുക. മരുമകളാണ് ഈ വന്ന പെൺകുട്ടി, എൻ്റെ മരുമകളാണ്. അപ്പോൾ വേറൊരാളുടെ അടുത്ത് നമ്മൾ റെസ്പെക്റ്റ് ആയിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ, പെരുമാറത്തുള്ളൂ. അല്ലാണ്ട് എടി പോടി എന്നൊക്കെ പറഞ്ഞ് ചെയ്യോ? ഇല്ല, ഒരിക്കലും ചെയ്യത്തില്ല. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുക, അവിടെ വെച്ച് നമ്മൾ ഡോക്ടറെ കാണുന്നു, നഴ്സിനെ കാണുന്നു, അവരൊക്കെ നമ്മൾ എന്താ റെസ്പെക്റ്റ് ആയിട്ടല്ലേ കാണാം. കാരണം എന്താ, അവരൊക്കെ സർവീസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഈ പെൺകുട്ടിയുടെ സർവീസ് ആവശ്യമുണ്ട്. അവൾ നമ്മുടെ മകനെ നന്നായിട്ട് നോക്കണം, നമ്മളെ കുടുംബത്തിൽ നന്നായിട്ട് ഇരിക്കണം. അതിനൊക്കെ വേണ്ടി നമ്മൾ ആ പെൺകുട്ടിയുടെ നന്നായിട്ട് പെരുമാറാം. അതിനൊന്നും തെറ്റൊന്നുമില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും മുഷിപ്പിൽ തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് പറയാം, മോളെ നീ അത് ചെയ്ത് ശരിയായിട്ടില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ മതി. അവിടെ തീർന്നു അത്. അല്ലാണ്ട് അത് മനസ്സിലിങ്ങനെ വെച്ചിട്ടിരുന്നുകൊണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കരുതെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ എല്ലാവർക്കും അറിയാം പക്ഷെ അറിയില്ല എന്ന് അടിക്കുന്ന ഒരു സംഭവം, അത് ടോക്സിക് പാരൻറ്റിങ് ആണ്. ടോക്സിക് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ നമ്മൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന കുട്ടികളായിരിക്കാം വേണമെങ്കിൽ. അതുകൊണ്ടായിരിക്കാം മേ ബി അവരുടെ അടുത്തൊരു
ഒരു വെറുപ്പ്, ആ ഉണ്ടായ പോലുള്ള ഒരു വെറുപ്പുണ്ടാവും. നമ്മുടെ മക്കളാണ്, പക്ഷെ എങ്ങനെ ഒഴിവാക്കി കളഞ്ഞാൽ ചിലപ്പോൾ പല പല നിയമ നടപടികൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം. അയ്യോ കുഞ്ഞെന്തേ, അല്ലെങ്കിൽ അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കേസ് നടപടി അങ്ങനെ പോവും. അതുകൊണ്ട് ഗതികേടിന് വളർത്തുന്ന ചില പാരൻസ് ഉണ്ട് മക്കളെ. അതുപോലെ എന്താ പറയുക, അവർക്ക് വരുന്ന ദിവസം വരുന്ന ആ ഒരു എന്തെങ്കിലുമൊക്കെ ടോർച്ചറോ കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളുടെ മൊത്തവും കാരണം ഈ കുഞ്ഞാണ്, അല്ലെങ്കിൽ ആ മൊത്തവും പ്രശ്നവും നമുക്ക് വരുന്ന എല്ലാ പ്രഷറും തീർക്കാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാണ് എന്ന് വിചാരിക്കുന്ന ചില പാരൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു പാരൻ്റ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ എൻ്റെ മകളെ കാണുന്നത്, എൻ്റെ മോൾക്ക് ആകെ 1.5 വയസ്സേ ഉള്ളൂ, എന്നിട്ട് പോലും ഞാൻ അവളെ കാണുന്ന ഒരു മുതിർന്ന വ്യക്തിയായിട്ട് തന്നെയാണ്. അവൾക്ക് എന്താണോ ഇഷ്ടം അതാണ് ഞാൻ അവൾക്ക് കൊടുക്കാറ്. ഇപ്പോഴും എൻ്റെ മോൾക്ക് 1.5 വയസ്സേ ഉള്ളൂവെങ്കിൽ അവൾക്ക് ആ 1.5 വയസ്സിൻ്റെ ബുദ്ധിയുണ്ട്. എന്താ പറയുക, ഇത് വേണം അമ്മ, എനിക്കിത് വേണം, എനിക്കിതാണ് വേണ്ടത്. ഞാൻ ചിലപ്പോൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവൾക്ക് ആ ഒരു ഫീഡിങ് അല്ലായിരിക്കും വേണ്ടത്. ചിലപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ അവൾക്ക് ആ ഫ്രൂട്ട്സ് വേണ്ട, വെജിറ്റബിൾ മതിയായിരിക്കും. ചിലപ്പോൾ വെജിറ്റബിൾ കൊടുക്കുമ്പോൾ ഫ്രൂട്ട്സ് മതി. അപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതാണ്. ഓരോ പ്രായത്തിലും ഓരോ കുട്ടികൾക്കും ഓരോ ആവശ്യങ്ങളുണ്ട്, അതാണ് നമ്മൾ നേടിക്കൊടുക്കേണ്ടത്. അല്ലാണ്ട് എനിക്കിതാണ് ഇഷ്ടം, പാരൻ്റായി എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് നീ ഇത് ചെയ്താൽ മതി എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും ഒരു പാരൻസിനും ഇല്ല. അതുപോലെ മുതിർന്ന കുട്ടികൾ, ഇപ്പോൾ എൻ്റെ മോൾക്ക് 1.5 വയസ്സുള്ളൂ, ഇനിയിപ്പോൾ അത് വളർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളും വലുതാവും. പറയുന്നത് കേട്ടിട്ടില്ലേ, ചെറിയ മക്കളായിരിക്കുമ്പോൾ ചെറിയ ആവശ്യങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷെ വലിയ കുട്ടികളാകുമ്പോൾ അവരുടെ ആവശ്യങ്ങളും പ്രയോറിറ്റി ഒക്കെ കൂടും. അപ്പം നമ്മളതിനകത്ത് അയ്യോ എൻ്റെ മോളെ എന്നെ സ്നേഹിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് 1-2 കമൻസും കണ്ടു ഇതുപോലെ, എന്തോ നിനക്കൊരു മോളെ അല്ലെ നീ വളർത്തുന്നേ, നീ അനുഭവിക്കുന്നു. എന്തോ അനുഭവിക്കാനാ, ഞാൻ എൻ്റെ മോളെ കെട്ടിയിട്ട് വളർത്തുമല്ല. എൻ്റെ മോളെ എനിക്ക് അവനെ കെട്ടിയിട്ടേണ്ട ആവശ്യവുമില്ല, അവൾ അഴിഞ്ഞു കിടന്ന് വളർന്നോട്ടെ, എന്തിനാ കെട്ടിയിട്ട് വളർത്തുന്നത് ഞാൻ. അവൾക്ക് ഇഷ്ടം എന്താണോ അത് അവൾ ചെയ്തോട്ടെ. ഞാൻ എപ്പോഴും 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 ഇത് തന്നെയേ പറയത്തുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് എന്താണോ ഇഷ്ടം അവരാണ് അവരുടെ ലൈഫിലോട്ട് എല്ലാം ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പിസ്സയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യത്തില്ല, അപ്പം നമ്മളാണ് എന്തോ ഒരു ചീസ് വേണം, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഒലീവ് എന്തോരം ചേർക്കണം, ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നൊക്കെ നമ്മൾ ചെറിയ പിസ്സ മേടിച്ചാൽ പോലും നമ്മളത് പറയും. അപ്പോൾ നമ്മുടെ ലൈഫ് ആകുമ്പോൾ നമ്മളല്ലേ ചൂസ് ചെയ്യേണ്ടത്. ഞാനാണ് എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ് എനിക്ക് വേണ്ടിയെല്ലാം ചൂസ് ചെയ്യുന്നത്, അതെനിക്ക് ഓക്കെയാണ്. പക്ഷേ എന്തെന്നാ, ഞാൻ അടിച്ചേൽപ്പിക്കാൻ ഒരാളുടെ, എനിക്ക് അതിനകത്ത് ആധിപത്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് അങ്ങോട്ട് ഒരാളുടെ ലൈഫിലോട്ട് ഏൽപ്പിക്കുവാണെങ്കിൽ അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു ഉപദ്രവമായിട്ട് തോന്നും. അത് സ്നേഹം കൊണ്ടായിക്കോട്ടെ, എന്തുകൊണ്ടായിക്കോട്ടെ. അതിപ്പോൾ മതമാണെങ്കിലും ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും കൾച്ചറാണെങ്കിലും എന്തും ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും. ഇപ്പം സ്വർണ്ണക്കട്ടിയാണെന്ന് പറഞ്ഞാൽ പോലും കണ്ണിൽ കൊണ്ടുകഴിഞ്ഞാൽ അത് ഉപദ്രവമാണ്. അങ്ങനെ ടോക്സിക് പാരൻറ്റിങ് ഉണ്ട് ഈ ലോകത്ത്. നിങ്ങൾക്കത് മനസ്സിലാവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കുക. എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ വളർത്തുന്നത് നമ്മൾ ഒരുപാട് ഒരുപാട് എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ നമുക്കാവാൻ പറ്റാത്തതാക്കാം എന്ന് വിചാരിച്ചിട്ട് വളർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് കുട്ടി ഉണ്ടാവേണ്ടത് ആസ് എ പാരൻറ്റ് എൻ്റെ ആവശ്യമായിരുന്നു. ആഫ്റ്റർ എൻ്റെ 5 വർഷം കഴിഞ്ഞാണ് എനിക്ക് ഒരു മോള് ഉണ്ടായത്. അതായത് ഞങ്ങൾക്കൊരു 5 വർഷം സമയം വേണമായിരുന്നു ഫിനാൻഷ്യലി ഞങ്ങളൊന്ന് സെറ്റിൽ ആവാൻ. അതിന് ശേഷമാണ് കുട്ടി ഉണ്ടായത്. അതിന് ശേഷമാണ് ഞങ്ങൾ കുട്ടിയെക്കുറിച്ച് ചിന്തിച്ച് തന്നെ. കാരണം ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ചിലവുകളുണ്ട്. കുട്ടി എന്ന പ്രോസസ്സിന് ഒരുപാട് ചിലവുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഞങ്ങൾ ജീവിക്കുന്നത് ദുബായിലായതുകൊണ്ട് ആ ഒരു എന്താ പറയുക, നമ്മൾ ഇവിടാണ് ജീവിക്കുന്നത്, അതിനൊക്കെ അനുസരിച്ച് അതിനുള്ള ചിലവുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുട്ടിയാകുമ്പോൾ അവരുടെ പ്രയോറിറ്റി, അവരുടെ ഇഷ്ടങ്ങൾ അതൊക്കെ സഹായിച്ചു കൊടുക്കാൻ ഫിനാൻഷ്യലി നമ്മൾ കേപ്പബിൾ ആയിരിക്കണം ആസ് എ പാരൻ്റ് എന്നുള്ള നിലയിൽ. അല്ലെങ്കിൽ കുട്ടിയായി എങ്ങനെയെല്ലാം ജീവിച്ചോളും, അങ്ങനെ പറ്റത്തില്ല. എൻ്റെ മകൾ നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും എനിക്ക് മേടിക്കൊടുക്കാൻ പറ്റണം എന്ന് തോന്നിയൊരു സമയത്താണ് ഞങ്ങൾക്ക് കുട്ടിയായത്. മാത്രമല്ല ഞാൻ മാക്സിമം ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്തു. ഒരു 5 വർഷ കാലയളവിൽ ഞങ്ങൾക്ക് കുറേ കടങ്ങളുണ്ടായിരുന്നു, അതെല്ലാം തീർത്തു. ഇനി ഓക്കെ, കുട്ടിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ വളർത്താൻ പറ്റും എന്നൊരു സമയം വന്നപ്പോഴാണ് ഞാൻ കുട്ടിയായത്. അപ്പോൾ ഇപ്പോൾ ഐഷു വളരുന്നു. അവൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളാണ് അവൾക്ക് കൊടുക്കുന്നത്. ഹോസ്പിറ്റലായിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, കെയറിങ് ആയിക്കോട്ടെ, എന്തും. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ലീവ് എടുത്ത് ഇവിടെ എത്രയോ മാസങ്ങൾ ഞാൻ ഇരുന്നിട്ടുണ്ടെന്നറിയോ. ഒത്തിരി മാസങ്ങൾ. എനിക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്താൽ പൈസ കിട്ടും, വേണമെങ്കിൽ എനിക്ക് ആളെ വെച്ച് നോക്കിച്ചാൽ മതി, ഒക്കെ ചെയ്യാം. പക്ഷേ വേണമെങ്കിൽ ഡേ കെയർ വിട്ടാൽ മതി. പക്ഷെ അവളുടെ കംഫർട്ട് സോൺ എൻ്റെ വീടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വളർത്തുന്ന ഒരു പാരൻ്റാണ്.
അതല്ലാണ്ട് അവളെങ്ങനെയും പോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വലുതാവുമ്പോൾ അവളുടെ നീഡ്സ് കൂടും. അതിനനുസരിച്ച് ഞാൻ കേപ്പബിൾ ആയിരിക്കണം ആസ് എ പാരൻ്റ് എന്നുള്ള കാര്യത്തിൽ. കാരണം എനിക്ക് ഇഷ്ടം തോന്നി, എനിക്ക് താല്പര്യത്തോടെ ഞാൻ ഉണ്ടാക്കിയൊരു നിർമ്മിതിയാണ് ഐഷു എന്ന് പറയുന്നത്. അപ്പം ആഗ്രഹം എൻ്റെതായിരുന്നു. എനിക്കൊരു മോള് വേണം, അല്ലെങ്കിൽ എനിക്കൊരു മോൻ വേണം എന്നുള്ള ആഗ്രഹം എൻ്റെതായിരുന്നു. അവൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല അതിനകത്ത്. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ മകനോ മകളോ ആയിട്ട് ജനിക്കണമെന്നുള്ള ഒരു പ്രത്യേകതയും ആ പാരൻസിനില്ല. നിങ്ങൾ ജനിച്ചില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും ജനിച്ചേനെ, അത്രയേ ഉള്ളൂ. പിന്നെ ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം, കളക്ടർ ആക്കണം, എനിക്ക് അങ്ങനെ ഒരു വിചാരവും ഇല്ല എൻ്റെ മോളെ. അല്ലെങ്കിൽ കെട്ടിച്ച് വിടണം, അങ്ങനെ ഒന്നുമില്ല എൻ്റെ കുഞ്ഞിനെ. അവൾക്ക് ഇഷ്ടമുണ്ടോ അവൾക്ക് കെട്ടാം, കെട്ടിയില്ലെങ്കിലും ഞാൻ നോക്കും, അത് വേറെ കാര്യം. പിന്നെ ഇവിടെയൊക്കെ വളരുന്ന ഈ ഒരു കൾച്ചർ, ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് ദുബായിലാണ്. ഇവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ 18 വയസ്സ് 19 വയസ്സായി കഴിഞ്ഞാൽ പിള്ളേരെ കാര്യം നോക്കും, അവർ ഏൺ ചെയ്യാൻ തുടങ്ങും. അതാണ് വേണ്ടത്. നാട്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാട്ടിൽ നമ്മളിങ്ങനെ 18 വയസ്സായി കഴിഞ്ഞാൽ അവർ മെച്ചോറായി, അത് അംഗീകരിക്കാനുള്ള ഒരു മടി. 18 വയസ്സായി കഴിഞ്ഞാൽ അവരവരെ പ്രയോറിറ്റി ഉണ്ട്, അവരുടെ ഫോൺ, അവരുടെ റൂം, അതെല്ലാം അവരുടെ പ്രൈവസിയാ. അവരതിനെ വിട്ടേക്കണം കുറച്ചൊക്കെ. എന്നും പറഞ്ഞ് നിയന്ത്രണമില്ലായിട്ട് അങ്ങ് അയച്ചു വിട്ടേക്കുമല്ല. എൻ്റെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതല്ലേ, ഞാൻ എങ്ങനെയാണ് അത് എൻ്റെ പ്രയോറിറ്റി. എനിക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാവരും വേണമെങ്കിൽ ഇടുന്ന പോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഞെളിയാം. എനിക്ക് പറ്റത്തില്ലേ? ഇവിടെ അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ ഡ്രസ്സ് ഇല്ലാണ്ട് നടന്ന പോലെ ആരും ഒന്നും പറയത്തില്ല. പക്ഷെ എൻ്റെ പ്രയോറിറ്റിയാണ് ഞാൻ എന്ത് ഇടണം എന്നുള്ളത്. ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എനിക്കെല്ലാം അവൈലബിൾ ആണ്. എന്ത് ചെയ്യണം എന്നുള്ളത് കാര്യം എൻ്റെതാണ് ഓപ്ഷൻ. അതുപോലെയാണ് എൻ്റെ മോളുടെ കാര്യം. അവൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അവളുടെ ഓപ്ഷനാണ്. എനിക്ക് അതിനകത്ത് പോയിട്ട് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്, എനിക്കത് നോക്കിയിരിക്കലല്ല എല്ലാ പണിയും. അപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള സമയം ഉണ്ടാവുമോ? ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അവളൊരു ഇൻഡിവിജ്വലാണ്, ഞാനൊരു ഇൻഡിവിജ്വലാണ്. എനിക്കും ജീവിക്കണം, അവൾക്കും ജീവിക്കണം. അവൾ അവളുടെ രീതിയിൽ അങ്ങ് ജീവിച്ചോളും. നമുക്കൊരു ഫാമിലി കൾച്ചർ ഉണ്ടാവും, ആ കൾച്ചറിൽ കുട്ടികൾ വളരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു പേഴ്സൻ്റെ അകത്ത് അത്രയും മാത്രമേ നമുക്ക് ഒരു പങ്കുള്ളൂ. പിന്നെ ഉള്ളത് അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ കൂട്ടുകാർ, അവരുടെ സ്കൂളിങ്, അതിനകത്തുനിന്നാണ് മുക്കാൽ ഭാഗം കുട്ടികളും പഠിക്കുന്നത്. അല്ലാണ്ട് പാരൻസിൻ്റെ മാത്രമല്ല. മൊത്തം കൊടുത്ത് വളർത്തുന്ന പാരൻസ് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ സമൂഹം എല്ലാം ഒരു വ്യക്തിനെ രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് നാണാവില്ലേ ദൈവത്തോത്ത് ചോദിച്ചുകൊണ്ട് വരരുത്. എനിക്കൊരു നാണവും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. അതിനുള്ള എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് വന്നിരുന്ന് പറഞ്ഞത്. അപ്പം ഇനിയും ആ ഒരു വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് നാണാവില്ലേ, നിങ്ങൾക്ക് കുടുംബ പ്രശ്നം പറയാം, കുടുംബത്തിൽ പറഞ്ഞ തീർത്തൂടെ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞ് സ്നേഹത്തോടെ പറയാൻ നോക്കി, പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷേ ഈ ഒരു ടോക്സിക് പാരൻറ്റിങ് കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ കുട്ടി വലുതായെന്നും 18 വയസ്സ് കഴിഞ്ഞെന്നും 20 വയസ്സ് കഴിഞ്ഞെന്നും അറ്റ്ലീസ്റ്റ് 34 വയസ്സുള്ളവർ വലിയൊരു മനുഷ്യരാണെന്ന് പോലും അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധി ആ പാരൻറ്റിങ്ങിന് ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി, ആ ഒരു വ്യക്തിയാണ് അവരെ പാട്ടിന് വിട്ടേക്കുക. പക്ഷെ ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് 34 വയസ്സായ മനുഷ്യനെ ഒക്കത്തെടുത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് അയാൾക്ക് ഇഷ്ടമില്ല എന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. അത് എനിക്ക് മനസ്സിലായി. കാരണം കൂടുതൽ കൂടുമ്പോൾ നമുക്കറിയാമല്ലോ. ഞാനും എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രണ്ട്സിനെ പോലെ, അല്ലാണ്ട് എന്താ പറയുക, ടിപ്പിക്കലായിട്ട് വൈഫ് ഹസ്ബൻഡ് അങ്ങനൊരു ഇപ്പോഴങ്ങനെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു കൂട്ടാണ്, അല്ലാണ്ട് ഹസ്ബൻഡാണ് അല്ലെങ്കിൽ വൈഫാണ് എനിക്കത് പറഞ്ഞുകൂടാ, അങ്ങനെയൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമ്മുടെ ഒരു കൂട്ടുകാരെ പോലെ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എൻ്റെ ഒരു അമ്മയുടെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാരാണ് അയ്യോ ഹസ്ബൻഡാണ് എനിക്ക് പറഞ്ഞുകൂടാ, അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ജനറേഷൻ ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോഴത്തെ കുട്ടിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഫ്രണ്ട്സായിട്ട് കാണാം, അതായിരിക്കും ബെറ്റർ. കുറച്ചുകൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രയോറിറ്റി, അങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും ഡീപ്പായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഉള്ളവർക്ക് അങ്ങനെ അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് വളരേണ്ടതും, അങ്ങനെയാണ് ജീവിക്കേണ്ടതും, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പം എന്നെ പിച്ചി കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും എന്ന് പോലെ തന്നെ എൻ്റെ കൂടെയുള്ള പാർട്ണറിന് പിച്ചി കഴിഞ്ഞാൽ വേദനിക്കും എന്നൊരു ഫീല് വരണം. അങ്ങനെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ.
അപ്പോഴാണ് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് വേണ്ടത്. എൻ്റെ മോളുടെ അടുത്ത് ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരാളെ, അല്ലെങ്കിൽ എന്താ പറയുക, ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുന്ന പോലത്തെ ഒരാളെ മാത്രമേ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ നിങ്ങൾ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അയ്യോ അത് പറയാൻ പറ്റത്തില്ല, ഇത് പറയാൻ പറ്റത്തില്ല, എന്ത് ചെയ്താലും കുറ്റം, അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നും കൂടി ഞാനൊരു ന്യൂസ് കണ്ടതേ ഉള്ളൂ. കണ്ടില്ലേ, ഭാര്യനെ തീ കൊളുത്തി കൊന്നു എന്നും പറഞ്ഞിട്ട് ഇന്ന് ജസ്റ്റ് നൗ എനിക്കൊന്ന് 9 മണിക്കൂർ എങ്ങാണ്ടായിട്ടുള്ള ആ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊരു 45 വയസ്സൊക്കെ ഉള്ള ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് നിങ്ങളാരും കാണാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട് ടോക്സിക് ആയിട്ടുള്ള. അത് ചിലപ്പോൾ പാരൻസ് ആയിരിക്കും. പാരൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആൾക്കാർ, അതിലും വലിയ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആരാണുള്ളത്? അപ്പോൾ അവിടെ പോലും സേഫ് അല്ല നമ്മൾ. അവിടെ പോലും സേഫ് അല്ലെങ്കിൽ പിന്നെ എവിടാണ് സേഫ്? എവിടാണ് തുറന്ന് പറയാനൊരു ഇടം? അതൊന്ന് പറഞ്ഞു തന്നെ. എനിക്കത് അറിയത്തില്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ഒരാളുടെ അടുത്ത് പോലും നമ്മൾ സേഫ് അല്ല എങ്കിൽ കാര്യമില്ല. കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ വർക്കൗട്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ഒരു അനുഭവമാണ് ഷെയർ ചെയ്തത്. അല്ലാണ്ട് നിങ്ങളുടെ സിമ്പതി കൊണ്ട് എനിക്ക് അരി മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് യാതൊരു ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക ലൈഫിലോട്ട്. ആരെയും ഉപദ്രവിക്കാണ്ട്, ആരെയും വേദനിപ്പിക്കാണ്ട്. കുറച്ച് കാലമല്ലേ ഉള്ളൂ നമുക്ക്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല 70-ന് മേളിലോട്ട് പ്രായമുള്ള ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കുന്നുണ്ടോയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാരണം ലൈഫൊക്കെ കൊഞ്ഞതാന്നേ, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണെന്ന്, ഫ്യൂച്ചർ എന്താണെന്നും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്താ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പറയാനുള്ളത്, ഉള്ള ടൈം ഹാപ്പി ആയിട്ടിരിക്കുക, കൂടെയുള്ളവരൊക്കെ ഹാപ്പി ആക്കി ഇരുത്താൻ ശ്രമിക്കുക. കൊറോണയ്ക്ക് ശേഷം കുറേ മാറ്റങ്ങൾ മനുഷ്യരിൽ വന്നിട്ടുണ്ട്. എന്നാൽ പോലും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.